അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്തായാലും എനിക്കൊരു വീക്ക് ഓഫ് ആണ്. എല്ലാ വീക്ക് ഓഫിന് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഈ റൂമിൻ്റെ അവസ്ഥ കാണാണ്ടാവില്ല. ഞാൻ കാണിച്ചു തരേണ്ട ഈ റൂമിൻ്റെ അവസ്ഥ എന്താണ്, ഈ വീടിൻ്റെ കോലം എന്താണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ ഡ്യൂട്ടിക്ക് അങ്ങനെ ഇങ്ങനെയും പോണ കാരണം കൊണ്ട് ഒന്നും വൃത്തിയാക്കാൻ പറ്റാറില്ല. പിന്നെ വൃത്തിയാക്കാൻ തുടപ്പ് അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം അടിച്ചു വരാൻ മാത്രമേ പറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് തുടക്കാൻ വിചാരിക്കുന്നുണ്ട്. തുടപ്പൊക്കെ മേടിച്ചതൊന്ന് തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടം പോലെ തുണി തിരുമ്പാനുണ്ട്, പറഞ്ഞാൽ ഇഷ്ടം പോലെ തിരുമ്പാനുണ്ട്. അതിനൊക്കെ ആയിട്ട് ഇന്ന് പോകണം. സമയം 12 മണി കഴിഞ്ഞ് നല്ല നട്ടുച്ചക്കാണ് ഞാൻ തിരുമ്പാൻ വേണ്ടി പോകണത്. സാധാരണ ഞങ്ങൾ ഇവിടെ ഉള്ളിലാണ് 2-3 കുപ്പായങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ ഒന്ന് മുക്കി തുടച്ചെടുക്കും എന്നല്ലാതെ അത്ര വലിയ ഡീപ്പായിട്ട് അടിയിൽ പോയിട്ട് തിരുമ്പാറില്ല. പക്ഷെ ഇന്ന് അടിയിൽ പോയി തിരുമ്പാന്ന് വിചാരിച്ചു. നേരെ വേഗം കാര്യങ്ങൾ കഴിയുക. കാരണം ഇവിടുത്തെ പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ കുറച്ച് കുറവാണ്. അപ്പോൾ എന്താ ഞാൻ ആദ്യം തിരുമ്പാൻ വേണ്ടി പോട്ടെ. കൂടുതൽ വർത്താനം പറയില്ല. നമുക്ക് നമ്മളെ വലിയ വലിയ ബക്കറ്റുകൾ എടുത്തിട്ട് തിരുമ്പാൻ പോകാം ഗൈസ്. പോകേ ഗൈസ്. ഒരു 4 തുണി ഉണക്കിയിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് വയ്യാതായി. അയ്യോ, 4 തുണി തിരുമ്മിട്ടപ്പോൾ വയ്യാതായത്. ഒരു ബക്കറ്റ് ഫുള്ള് തുണി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പുതപ്പൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ക്ഷീണിച്ച് പോയി. പുറത്ത് നല്ല വെയിലാണ്. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും എത്ര വെയിലുണ്ട് പുറത്ത് എന്നുള്ളത്. അപ്പം എനിക്ക് നിന്ന് പോയി കിടക്കണം. ഒന്ന് 2 മിനിറ്റ് കിടന്നിട്ട് ഒന്ന് നീക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒന്നാമത് പീരീഡ്സ് ആയ കാരണം കൊണ്ട് വയ്യ, അത് വേറെ കാര്യം. സോ നമുക്കൊന്ന് ഉറങ്ങി നീക്കിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. ഉറങ്ങി നീക്കാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കാൻ കുറേ വെള്ളം കുടിച്ചല്ലോ. അപ്പോൾ വീണ്ടും എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ വീണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട്. തണ്ണിമത്തനും പാലൊക്കെ മേടിച്ചിട്ട് നമുക്ക് അത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം. തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ട് ചൂടുകാലത്ത് ജ്യൂസ് നല്ല രസമാവില്ലേ. അപ്പോൾ നമുക്ക് വേഗം ജ്യൂസ് അടിക്കാം ഗൈസ്. നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണം. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ അഗാരോൻ്റെ ഈ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡറിലാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോഴും പറഞ്ഞ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇല്ലാത്തപ്പോൾ ഇവിടുന്നും എല്ലാവരും ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഞാനിതിന് ഇടയ്ക്കൊക്കെ ജ്യൂസ് അടിക്കാറുണ്ട്. ജ്യൂസ് അടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ഈത്തപ്പഴം ഉണ്ടാവും, പാലുണ്ടാവും, പാൽപ്പൊടി ഉണ്ടാവും, തണുത്ത വെള്ളം ഉണ്ടാവും. അപ്പോൾ വേഗം കൂട്ടിട്ട് ജ്യൂസ് അടിക്കൽ ഞാൻ ഇതിലാണ് ചെയ്യാറ്. ഇതാകുമ്പോൾ കറണ്ട് ആവശ്യമില്ല. നമുക്ക് കുത്തി വെച്ചിട്ട് ചാർജ് ചെയ്താൽ മതി. ഒരു സാധനം പെട്ടെന്ന് തീരുമില്ല. അപ്പോൾ അത് കാരണം കൂടി ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിക്കാം ഗൈസ്. കമാൻ. അപ്പോൾ ഞാൻ ഈ ഒരു അഗാരയുടെ പോർട്ടബിൾ ഗാലക്സി ബ്ലെൻഡർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ. ഇത് ഓപ്പൺ ആക്കിയാൽ ഓൺ ആവില്ല. കാരണം നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ബട്ടണൊക്കെ റെഡ് കളർ കത്തുന്നുള്ളത്. അത് ഓൺ ആവുകയോ ചെയ്യൂല. ഇതിൻ്റെ കൂടെ നമുക്കൊരു യൂസർ മാനുവൽ അവൈലബിൾ ആണ്. പിന്നെ 1 ഇയർ വാറണ്ടി കാണും കേട്ടോ. പിന്നെ ചാർജിങ് കേബിൾ ഉണ്ട്. ചാർജ് കഴിയുമ്പോൾ കുത്തി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്ന് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ബ്ലെൻഡർ സാധാരണ എല്ലാ നോർമൽ ബ്ലെൻഡർ പോലെ നമുക്ക് ഒരു മിക്സി യൂസ് ചെയ്യണ ഫീൽ എങ്ങനെയാണോ അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുക. പിന്നെ നമുക്ക് കറണ്ട് പോയാലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമല്ലോ. കാരണം ഇത് ജ്യൂസ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി അത് അരക്കാം, ചമ്മന്തി ഉണ്ടാക്കാൻ അരക്കാം, അങ്ങനെ എല്ലാതും അരക്കാൻ പറ്റുന്നൊരു ബ്ലെൻഡറാണ് കേട്ടോ. പക്ഷേ ഞങ്ങളിവിടെ ഭയങ്കര ജ്യൂസ് അടിക്കാനാണ് യൂസ് ചെയ്യാറ്. കാരണം ഞങ്ങൾ ചമ്മന്തി അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റിന് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചപ്പോൾ ഞാൻ തരിതരി ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു. കുടിച്ചപ്പോൾ തരിതരി ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ പൊടി ഉണ്ടായിരുന്നല്ലാതെ നമ്മൾ വലുതായിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വാട്ടർമെലൺ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചത്. വാട്ടർമെലണും പാലും പിന്നെ കുറച്ച് പഞ്ചസാര. ഞാൻ പഞ്ചസാര എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം വാട്ടർമെലൺ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുടിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ വാട്ടർമെലൺ ഫസ്റ്റ് അടിച്ചപ്പോൾ ഒന്നും അടിഞ്ഞില്ല. കാരണം വലിയ വലിയ പീസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ ഓക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അടിഞ്ഞു വരികയും ചെയ്തു കേട്ടോ. അതും ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അരിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ഇതിൽ 6 ബ്ലേഡാണ് ഉള്ളത്. 6 ബ്ലേഡുള്ള കാരണം കൊണ്ട് എല്ലാ ഭാഗത്തും കറങ്ങി നല്ല വൃത്തിക്ക് അത് കട്ട് ചെയ്തിട്ട് നല്ല ബ്ലെൻഡ് ആക്കിയിട്ട് തരും കേട്ടോ. അപ്പോൾ ഇത് കുടിക്കാൻ തന്നെ നമുക്കൊരു സുഖമാണ്. കാരണം നമുക്കിത് സാധാരണ മിക്സിയിലൊക്കെ അടിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അരിക്കേണ്ടി വരില്ലേ. അങ്ങനത്തെ അവസ്ഥ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് കഴുകാനും എടുത്തു വെക്കാനും സുഖമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമുക്ക് അധികം സ്പേസ് ഒന്നും നഷ്ടപ്പെടില്ല. കഴുകുമ്പോൾ നമുക്ക് ഇത് നനക്കാൻ പാടില്ല, അങ്ങനെ നനക്കാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എല്ലാ ഭാഗവും നല്ല മിക്സി കഴുകുന്ന പോലെ നല്ല വൃത്തിക്ക് വാഷ് ചെയ്തൊരു സൈഡൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് സ്ഥലം ലാഭിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ ഈ അഗാരോൻ്റെ ഗാലക്സി ബ്ലെൻഡർ പോർട്ടബിൾ ബ്ലെൻഡർ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക്
ഒന്നാമത് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാരണമാണ് കേട്ടോ. അവിടെ വന്നിട്ട് ഞാൻ കുറേ അധികം യൂസ് ആക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ബ്ലെൻഡർ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ കിച്ചണിൽ നിന്ന് വേറെ എങ്ങോട്ടും എടുത്ത് വെക്കുന്നില്ല കേട്ടോ, കാരണം ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിക്കാൻ സുഖമല്ലേ. ഇവിടുന്ന് നമുക്ക് ഈ ബ്ലെൻഡറുള്ള കാരണം മിക്സി എടുക്കുക, വലിയ സാധനം കഴുകുക, എടുത്തൊക്കെ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ കൊണ്ടുനടന്നാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും എല്ലായിടത്തും മേടിച്ച് ട്രൈ ചെയ്ത് വെക്കാം. ഞാൻ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഞാൻ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് ബാക്കി ചോറ് കഴിക്കാൻ ഗൈസ്. ചോറ് കഴിച്ചിട്ടില്ല, അതിൻ്റെ കാര്യങ്ങൾ വേണം നോക്കുക. സോ ഗൈസ്, ചെറിയ റെസ്റ്റ് കഴിഞ്ഞ് വന്നു. നമ്മൾ അടുത്ത പരിപാടി ചോറ് വെക്കലാണ്. നമ്മൾ ഈ ചെറിയ കുടുക്കേരെ ചോറ് വെക്കുള്ളൂ കേട്ടോ. അത്രക്കൊക്കെ ഇവിടെ കഴിക്കുള്ളൂ, കാരണം എല്ലാവരും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് പോയ ആളുണ്ട്, മോർണിംഗ് ഷിഫ്റ്റിന് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ചോറ് കഴിക്കൂല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ ഒരളവിൽ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് അരിയൊക്കെ അളന്നിട്ട് ചോറിന് വെക്കാം ഗൈസ്. കിച്ചണിൻ്റെ കോലം വളരെയധികം പരിതാപകരമായിട്ടിരിക്കുന്ന കാരണമാണ് കിച്ചൺ കാണിക്കാത്തത്. അല്ലെങ്കിൽ കിച്ചൺ കാണിച്ചു തന്നു. കിച്ചൺ ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ചോറ് മാത്രം വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ കഴിക്കാൻ തരും വേണ്ടേ. മുട്ട ഒന്നും ഇവിടെ ഇരിക്കണില്ല, സോയാബീൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും മിക്ക സമയത്തും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട് വെച്ചിട്ട്, കേടും ബ്രിഞ്ചാളും കൂട്ടിയിട്ടൊരു സാധനം. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തൈര്. അമ്മോ, ഇത് ഇത്ര വലിയ തൈര് ഇതില്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേടിൻ്റെ പാക്കറ്റ് കണ്ടപ്പം ഇതിൽ കുഞ്ഞ പാക്കറ്റ് ഉണ്ട്. ഞാൻ അതാണെന്നാണ് വിചാരിച്ചത്. ഇത് കുറച്ച് വലുപ്പം കൂടി, കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ബ്രിഞ്ചാൾ മേടിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതും ഈ കേടും കൂടി മിക്സ് ആക്കിയിട്ടോ ആ സാധനം ഉണ്ടാക്കുക. പിന്നെ എണ്ണ ഉണ്ടായില്ല, അപ്പോൾ ഞാനൊരു സൺഫ്ലവർ ഓയിൽ മേടിച്ചിട്ടുണ്ട്. ഇത്രയും മേടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ചോറ് വെന്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, കാരണം ഇപ്പം തന്നെ ഈ ബ്രിഞ്ചാളും കേടും ഉണ്ടാക്കിയത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ഈ കേട് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ എടുത്തിട്ടെ ബാക്കി കൊണ്ടിരിക്കട്ടെ കേട്ടോ. ചോറ് വെന്തിട്ട് വരാം ഗൈസ്. ഞാൻ കിച്ചണിലോട്ട് വീണ്ടും വന്നപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ അല്ല, എൻ്റെ ഷാളിൻ്റെ സ്റ്റൈൽ പണ്ടത്തെ സ്കിറ്റൊക്കെ ചെയ്യുമ്പോഴുള്ള മരുവോടെ സ്റ്റൈലാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് വെക്കാൻ വെച്ചിട്ട് ഒരു അക്കിടി പറ്റി. ഞാൻ പോയി ഒന്ന് കുറച്ച് നേരം ചോറ് എവിടെ വെച്ചിട്ട് കിടന്നിട്ട് ഞാൻ കണ്ണറിഞ്ഞപ്പോൾ ചെറിയൊരു കരിഞ്ഞ മണം. നോക്കുമ്പോൾ ചോറ് ചെറുതായിട്ട് കരിഞ്ഞിങ്ങനെ അടിഭാഗത്ത് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ഫുള്ളായിട്ടില്ല, അടിഭാഗത്ത് പിടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേൽഭാഗത്ത് നല്ലൊരു സ്മോക്കി ഫ്ലേവറുള്ള ചോറാണ് കഴിക്കാൻ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കട്ടെ, ചോറിനൊന്നും കാട്ടണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ബ്രിഞ്ചാൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മസാല തേച്ചിട്ട് ഇത് അതൊന്ന് പൊരിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചെറുതായി, ബ്രിഞ്ചാളിന് വലിയ ഇതില്ലല്ലോ, മൊരിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മസാല തേക്കാം ആദ്യം. വേപ്പിൻ്റെ പറിക്കാൻ വേണ്ടി മറന്നു. നമുക്ക് പെട്ടെന്ന് പോയി വേപ്പിൻ്റെ പറിച്ചിട്ട് വരാം. ഗൈസ്, വേപ്പിൻ്റെ മാത്രം ക്ഷാമല്ല കണ്ടോ, വേപ്പിൻ്റെ മരമാണിത്. പിന്നെ വേപ്പിൻ്റെ ചെടികളുണ്ട്, അതിൽ പൊട്ടിച്ചിട്ട് വരാം. ഗൈസ്, നമുക്ക് വേപ്പിൻ്റെ കിട്ടി. ഗൈസിന് പോകാം. ചട്ടി ചൂടാവുണ്ട്. അയ്യോ, ചട്ടി കരിയാൻ കൂടി ബാക്കിയുള്ളൂ.
കഴിക്കാനില്ലാതായിക്കണ്. ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വരട്ടെ ഗൈസ്. എനിക്ക് ചോറ് കഴിക്കണം, വിശന്നിട്ട് വെക്കണില്ല. സോ ഐ ആം ഗോയിങ് ടു ബാത്തിന് ശേഷം കാണാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഫ്രഷ് മുഖം കണ്ടപ്പോഴാണ് പിന്നെയും കുരുക്കളൊക്കെ നല്ല ധാരധാരയായി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും കാരണം. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ബ്രിഞ്ചാൾ കേട് സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. എൻ്റെ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്നും കൂടി ചൂടാക്കാം. എന്നിട്ട് ഇതൊക്കെ തൈര് വെച്ചിട്ട് സെറ്റാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി കുഴച്ചിട്ട് പിടിയങ്ങ് പിടിച്ചാൽ എനിക്ക് വിശക്കിടും, നല്ല വിശക്കിടും. 4 മണി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കട്ടെ കേട്ടോ. സൂപ്പർ 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 സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് തൈര് അത്ര വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ ഇത് സൂപ്പർ. ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് എപ്പോഴും ഉണ്ടാക്കാറുണ്ടെന്ന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എത്ര നന്നാവും എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നന്നായിരിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ രാത്രി വൈകുന്നേരം കിടന്നു ഉറങ്ങി. വീണ്ടും രാത്രി നീറ്റ് വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിന്ന് ഡ്യൂട്ടിക്ക് പോട്ടെ ഗൈസ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ എടുക്കാം. എന്നിട്ട് അത് വേണം എനിക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്ത് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റ, ബൈ ബൈ.